കർഷകരുടെയും നാട്ടുകാരുടെയും പരാതിക്ക് ഒടുവിൽ പരിഹാരമാകുന്നു. കോടോംബേളൂർ പഞ്ചായത്തിലെ പറക്കളായിൽ പാലത്തോടുകൂടിയുള്ള തോണിക്കല്ല് VCBയുടെ നിർമ്മാണത്തിന് തുടക്കമിട്ടു. ഇ. ചന്ദ്രശേഖരൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. കോടോംബേളൂർ ഗ്രാമപഞ്ചായത്തിലെ തോണിക്കല്ല് തോടിനു കുറുകെ പറക്കളായി പനങ്ങാട് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലവും VCB ബ്രിഡ്ജും വേണമെന്നത് വർഷങ്ങളായുള്ള പ്രദേശവാസികളുടെ ആവശ്യമായിരുന്നു. കർഷകരുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും നിരന്തരമായുള്ള ശ്രമങ്ങളുടെ ഫലമായാണ് ഇപ്പോൾ ജലസേചന വകുപ്പിന്റെ ക്ലാസ് 2 പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജലവിഭവ വകുപ്പ് ചെറുകിട ജലസേചന വിഭാഗം തോണിക്കല്ല് VCB ബ്രിഡ്ജ് നിർമ്മിക്കാൻ തയ്യാറായത്. ഇതിന്റെ നിർമ്മാണോദ്ഘാടനം ഇ. ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. മനോഹരമായ റോഡുകളും ഇവിടെ തീർച്ചയായിട്ടും ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള റോഡുകളാണ്. പക്ഷേ എല്ലാ ഗ്രാമങ്ങളിലും ഇപ്പോൾ മെച്ചപ്പെട്ട റോഡുകളാണുള്ളത്. അങ്ങനെയുള്ള റോഡുകളിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷേ ഈ രീതിയിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ആ വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയം ഇല്ലെങ്കിൽ പിന്നെ പോയി. ജനാധിപത്യ സംവിധാനം നിലനിൽക്കുമ്പോൾ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുണ്ടാവും. ഭരണകക്ഷി മാത്രമല്ല, പ്രതിപക്ഷം ഇല്ലെങ്കിലും മോശമാണ്. ഭരണവും പ്രതിപക്ഷവും ഒക്കെ സംസ്ഥാനത്തും രാജ്യത്തും ആവശ്യമാണ്. ഇവിടെ പഞ്ചായത്തിൽ ഭരണവും പ്രതിപക്ഷമൊന്നുമില്ല, എല്ലാവരും ഭരണസമിതി അംഗങ്ങളാണ്. കോടോംബേളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ജയചന്ദ്രൻ അധ്യക്ഷനായി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ EK അർജുൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. ഗംഗാധരൻ, കോടോംബേളൂർ പഞ്ചായത്ത് അംഗങ്ങളായ KV ശ്രീജിത്ത്, സജിത ശ്രീകുമാർ, മുൻ പഞ്ചായത്ത് അംഗം A. അനിൽകുമാർ, CPIM പ്രതിനിധി E. ബാലകൃഷ്ണൻ, INC പ്രതിനിധി BP പ്രദീപ് കുമാർ, BJP പ്രതിനിധി പ്രേംകുമാർ കാലിക്കടവ, കേരള കോൺഗ്രസ് M. ജോയ് തടത്തിൽ, CPI പ്രതിനിധി PJ വർഗീസ്, കോൺട്രാക്ടർ KJ വർക്കി തുടങ്ങിയവർ സംസാരിച്ചു. തോണിക്കല്ല് കാർഷിക ഗുണഭോക്തൃ സമിതി ചെയർമാൻ KP ജയകുമാർ സ്വാഗതവും കൺവീനർ M. സുകുമാരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.